Hi dear students, നമ്മുടെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാൻ പോണത് ഇതിന്റെ സിലബസ് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്ട്രീമിലോട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, കോപ്പറേഷൻ എന്താ അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സിന്റെ ഫീച്ചേഴ്സ് എന്താ, കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആ ഒരു ടേം എന്താ മീൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ചൊരു ഇൻട്രൊഡക്ടറി പോർഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഫോറിൻ കൺട്രീസിൽ ഉണ്ടായിട്ടുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് അതാണ് നമ്മുടെ ആദ്യത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോണത്. സോ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് ഇൻ ഫോറിൻ കൺട്രീസ്. ഈ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ്സിലോട്ട് പോകുന്നതിന്റെ മുന്നേ വാട്ട് ഈസ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? A cooperative is an autonomous association of persons united voluntarily to meet their common economic, social and cultural needs and aspirations through a jointly owned and democratically controlled enterprise. ഒരു കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാണ്? ആളുകൾ വളണ്ടറിലി അസോസിയേറ്റ് ചെയ്യാണ്, സ്വമേധയാ അസോസിയേറ്റ് ചെയ്യാണ് ഒരു കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. അത് മേ ബി ഇക്കണോമിക്കൽ ആവാം, സോഷ്യൽ ആവാം, കൾച്ചറൽ ആവാം. ദെൻ എന്ത് ചെയ്യാണ്? ഒരു ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ എല്ലാ ആളുകളും ജോയിന്റ്ലി ഓൺ ചെയ്യുന്ന ഒരു എന്റർപ്രൈസ്, അതിനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് എന്ന് പറയുന്നത്. എല്ലാ ആളുകളും വളണ്ടറിലി അസോസിയേറ്റ് ചെയ്ത് ഒരു എന്റർപ്രൈസ് എന്ത് ചെയ്യാണ്? ഫോം ചെയ്യാണ്. അത് ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് ആണ്, ജോയിന്റ്ലി ഓൺഡ് ആണ്, അതിനൊരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ആ കോമൺ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇക്കണോമിക്കൽ ആവാം, സോഷ്യൽ ആവാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? കൾച്ചറൽ ആവാം. ദെൻ ഇനിയിപ്പോൾ അതല്ല, കോപ്പറേറ്റീവ്സിനെ വേറൊരു രീതിയിൽ പറയാന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ്സ് ആർ ബിസിനസ്സസ് ഓൺഡ് ആൻഡ് റൺ ബൈ ആൻഡ് ഫോർ ദെയർ മെമ്പേഴ്സ്. കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ബിസിനസ് ആണ്, അത് ഓൺ ചെയ്യുന്നതും റൺ ചെയ്യുന്നതും അതിന്റെ മെമ്പേഴ്സ് ആണ്. ആർക്ക് വേണ്ടിയാണ്? മെമ്പേഴ്സിന് വേണ്ടി തന്നെയാണ് അത് എന്ത് ചെയ്യുന്നത്? കോപ്പറേറ്റീവ്സ് നിലനിൽക്കുന്നത്. ദെൻ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് ആയിരിക്കാം, എംപ്ലോയീസ് ആയിരിക്കാം, റെസിഡൻസ് ആയിരിക്കാം, ആരായിരുന്നാലും അവർക്കൊരു ഈക്വൽസി, അതായത് ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഈക്വൽ പൊസിഷൻ ഉണ്ട്. ബിസിനസ് എന്ത് ചെയ്യണം, വാട്ട് ദ ബിസിനസ് ഡസ് ആൻഡ് ഷെയറിംഗ് ദ പ്രോഫിറ്റ്സ്. ബിസിനസ് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട, അല്ലെങ്കിൽ പ്രോഫിറ്റ്സിൽ ഒരു ഈക്വൽ ഷെയർ എല്ലാവർക്കും ഉണ്ട്, അതിന്റെ എല്ലാ മെമ്പേഴ്സിനും ഉണ്ട്. ആൻഡ് കോപ്പറേറ്റീവ്സ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബേസ് ചെയ്തിട്ടുള്ളത് എഗ്രീഡ് പ്രിൻസിപ്പിൾസിനെയാണ്. അവരുടെ ഇടയിൽ ഒരു എഗ്രീഡ് പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ടാണ് കോപ്പറേറ്റീവ്സ് എന്ത് ചെയ്യുന്നത്? നിലനിൽക്കുന്നത്. സോ ഒന്നുകൂടി പറയാണ്, കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആളുകൾ എന്ത് ചെയ്യാണ്? വളണ്ടറിലി സ്വമേധയാ അസോസിയേറ്റ് ചെയ്യാണ്. ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള എല്ലാ ആളുകളും എല്ലാ മെമ്പേഴ്സും ജോയിന്റ്ലി ഓൺ ചെയ്യുന്ന ഒരു എന്റർപ്രൈസ് ആണ്. അവർക്ക് അവരുടെ ഇടയിൽ ഒരു കോമൺ പർപ്പസ് ഉണ്ടായിരിക്കും. അത് ഇക്കണോമിക്കൽ ആവാം, സോഷ്യൽ ആവാം, കൾച്ചറൽ ആവാം. ദെൻ അവിടുത്തെ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് ആയിരിക്കാം, എംപ്ലോയീസ് ആയിരിക്കാം, റെസിഡൻസ് ആയിരിക്കാം. പക്ഷേ അവർക്ക് എല്ലാവർക്കും ഒരു ഈക്വൽ ഒരു ഈക്വൽ പൊസിഷൻ ഉണ്ട്. ദെൻ നോട്ട് ജസ്റ്റ് ഫോർ പ്രോഫിറ്റ്. കോപ്പറേറ്റീവ്സ് ഒരിക്കലും പ്രോഫിറ്റിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല. കുറച്ച് വാല്യൂസ് അല്ലെങ്കിൽ മോറൽസ്, എത്തിക്സ്, അതെല്ലാം എന്തിലുണ്ട്? കോപ്പറേറ്റീവ്സിലുണ്ട്. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു കോപ്പറേറ്റീവ്സ് എന്താന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കോപ്പറേറ്റീവ്സിൽ അത് മെമ്പർ ഓൺഡ് ആണ്, അവിടെ ഓൺ ചെയ്യുന്നത് മെമ്പേഴ്സ് ആണ്, അത് റൺ ചെയ്യുന്നത് മെമ്പേഴ്സ് ആണ്, അത് സെർവ് ചെയ്യുന്നതും ആരെ തന്നെയാണ്? മെമ്പേഴ്സിനെയാണ്. സോ കോപ്പറേറ്റീവ്സ് എങ്ങനെ പറയാം നമുക്ക്? മെമ്പർ ഓൺഡ്, മെമ്പർ റൺഡ് ആൻഡ് മെമ്പർ സെർവിങ് ബിസിനസ്സസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സോഷ്യൽ വാല്യൂസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ, നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റീസിനെ ഡെവലപ്പ് ചെയ്യാൻ, അതിനെല്ലാം എന്ത് സഹായിക്കുന്നുണ്ട്? കോപ്പറേറ്റീവ് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഇക്കണോമിയിൽ ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത് കൊണ്ടുവരാൻ, അതുപോലെ തന്നെ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ, ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എംപ്ലോയ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ, അതിനെല്ലാം കോപ്പറേറ്റീവ്സിലൂടെ എന്താണ്? പോസിബിൾ ആണ്. ഇനി ഇപ്പൊ നമ്മൾ കോപ്പറേറ്റീവ്സ് എന്താന്ന് പറഞ്ഞു. ഇനി കോപ്പറേറ്റീവ്സിന്റെ കുറച്ച് ഫീച്ചേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നമ്മുടെ വേൾഡ് ഇക്കണോമിക്ക്, അതായത് ഗ്ലോബൽ ലെവലിൽ, ഇന്റർനാഷണൽ ലെവലിൽ നമ്മുടെ വേൾഡ് ഇക്കണോമിയിൽ ഒരു വൈറ്റൽ റോൾ അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് റോൾ എന്ത് പ്ലേ ചെയ്യുന്നുണ്ട്? കോപ്പറേറ്റീവ്സ് പ്ലേ ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഈ കോപ്പറേറ്റീവ്സിൽ വന്നിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അതിലൊരു എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ട്രൈറ്റ് ലൈനിലല്ല. അതായത് ടൈം ഇങ്ങനെ മാറും തോറും അല്ലെങ്കിൽ ഇങ്ങനെ പീരീഡ്സ് ചേഞ്ച് ആവും തോറും അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ബേസിക്കലി എ ഡൈനാമിക് കൺസെപ്റ്റ്. അതായത് ഡൈനാമിക് ആണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. അതെപ്പോഴും അതിൻ്റെ സറൗണ്ട്സിനെ, അതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളെ, അതിൻ്റെ എൻവയോൺമെന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ചേഞ്ചസും കൊണ്ടുവരുന്നുണ്ട്. ദെൻ നമ്മൾ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹ്യൂമൻസ് എന്ന് പറയുന്നത് എപ്പോഴും സോഷ്യൽ അനിമൽസ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഡൊമസ്റ്റിക് ലൈഫിൻ്റെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ലൈഫിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് കോപ്പറേഷൻ ആണ്. വിതൗട്ട് കോപ്പറേഷൻ നമുക്കൊരു സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് ലൈഫ് പോസിബിൾ അല്ല. സോ അത് തന്നെയാണ് ഇവിടെ ഒന്നുകൂടി പറയുന്നത്, കോപ്പറേഷൻ ഹാസ് ഓൾവേസ് ബീൻ എ ഫീച്ചർ ഓഫ് ഹ്യൂമൻ കൈൻഡ്. നമ്മുടെ മനുഷ്യന്മാരുടെ, ഹ്യൂമൻസിൻ്റെ ഒരു ഫീച്ചറാണ്, ഒരു സവിശേഷതയാണ് കോപ്പറേഷൻ എന്നുള്ളത്. ദെൻ കോപ്പറേഷൻ നമ്മുടെ സെൽഫ് ഹെൽപ്പിനായിക്കോട്ടെ, മ്യൂച്വൽ ഹെൽപ്പിനായിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഒരു കളക്റ്റീവ് പ്രോഗ്രസ്സിന്, അതിനെല്ലാം കോപ്പറേഷൻ എന്ന് പറയുന്നത് എസെൻഷ്യൽ ആണ്. സോ കോപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് ഇക്കോണമി, നമ്മുടെ ഇന്റർനാഷണൽ ഇക്കോണമി, നമ്മുടെ ഗ്ലോബൽ ഇക്കോണമിയിൽ ഒരു വൈറ്റൽ റോൾ അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഒരിക്കലും ഒരു സ്ട്രൈറ്റ് ലൈനിലല്ല ഈ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് നടന്നിട്ടുള്ളത്. ഓരോ ടൈം പീരീഡ്സ് ഇങ്ങനെ പാസ് ചെയ്യും തോറും, കടന്നു പോകും തോറും അതിൻ്റെ ചുറ്റുമുള്ള നമ്മുടെ സിറ്റുവേഷണൽ ചേഞ്ചസിനെ എല്ലാം അത് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ഹ്യൂമൻസിനെ സംബന്ധിച്ച് ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ മ്യൂച്വൽ ഹെൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് പ്രോഗ്രസ്സിന് വേണ്ടി കോപ്പറേഷൻ എന്ന് പറയുന്നത് എസെൻഷ്യൽ ആണ്. ഇപ്പം നമ്മൾ ഇത്ര നേരം കോപ്പറേഷൻ എന്താന്ന് പറഞ്ഞു, കോപ്പറേറ്റീവ്സ് എന്താന്ന് പറഞ്ഞു, അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തു. ഇനി നമ്മുടെ ഡെപ്തായിട്ട് നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ടോപ്പിക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ്, നമ്മുടെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് അതെങ്ങനെയായിരുന്നു, അതിൻ്റെ ഒരു എവല്യൂഷൻ, അതിൻ്റെ ഒരു ഹിസ്റ്ററി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അതിൽ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ കോപ്പറേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ്സ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് 1800-കളിൽ, അതായത് 1800s ആ ഒരു ഏർലി ആ ഒരു പീരീഡിലൊക്കെ ഒരുപാട് ഹംഗ്രി, ദാറ്റ് മീൻസ് പോവേർട്ടി, സ്കേഴ്സിറ്റി അനുഭവപ്പെട്ടു നമ്മുടെ നാട്ടിലൊക്കെ. ദാറ്റ് മീൻസ് ആർട്ടിഫിഷ്യൽ എന്ത് ചെയ്തു, ഫുഡ്സിൻ്റെ ഒക്കെ പ്രൈസസ് കൂട്ടി, വേജസ് ഒക്കെ റെഡ്യൂസ് ചെയ്തു. അപ്പം നമ്മുടെ ജനങ്ങൾ, നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രീം പോവേർട്ടി അല്ലെങ്കിൽ എക്സ്ട്രീം സ്കേഴ്സിറ്റി അനുഭവിച്ചു, സഫർ ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ഒരു പീരീഡിൽ ഹോണസ്റ്റ് പ്രൈസിന് ഹോണസ്റ്റ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പുവർ ക്വാളിറ്റി ഫുഡ്സിനെ ഒഴിവാക്കി കുറച്ച് നല്ല ക്വാളിറ്റി ഫുഡ്സ് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിൽ ഒരു റിയൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. 1844 ആ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, അതായത് പ്രാക്ടിക്കലി നമുക്ക് അതിൻ്റെ ഒരു ഹിസ്റ്ററി എടുക്കുമ്പോൾ, ആ ഒരു ചരിത്രം എടുക്കുമ്പോൾ ഒരു റിയൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ആ ഒരു ഫസ്റ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സഹകരണ പ്രസ്ഥാനം വന്നിട്ടുള്ളത് 1844 ഒരു ഹോണസ്റ്റ് പ്രൈസിന് ഹോണസ്റ്റ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം ആയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് റോക്ക്ഡെയിൽ പയനീസ് എന്നുള്ളത്. ഈ റോക്ക്ഡെയിൽ പയനീസ് എന്നുള്ളത് ആ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് 1844 നോർത്ത് ഇംഗ്ലണ്ടിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു 1800-കളിൽ പോവർട്ടി, സ്കേഴ്സിറ്റി എക്സ്ട്രീം ലെവലിൽ അനുഭവിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഒബ്ജക്റ്റീവും ഇത്തരത്തിലൊരു പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടുള്ളത്. ദെൻ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇന്റർനാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഒരു ആഗോള തലത്തിൽ ആദ്യമായിട്ടുണ്ടായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ലെവലിൽ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കബിലിറ്റി ഉണ്ടായിട്ടുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ റോക്ക്ഡെയിൽ പയനീർ ആണ്. അതുകൊണ്ട് തന്നെ അത് സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്.
ദെൻ ഈ റോക്ക്ഡെയിൽ പയനീറിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു റോക്ക്ഡെയിൽ പയനീറിലേക്ക് ഗൈഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, ഒരു നല്ലൊരു തിയോറിസ്റ്റ് ഉണ്ട്, അദ്ദേഹമാണ് റോബർട്ട് ഓവൻ. അദ്ദേഹം 1771 മുതൽ 1858 വരെ, അത്രയും സമയമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്, ബ്രിട്ടനിലായിരുന്നു. അദ്ദേഹമാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ്, അതായത് സെമി അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ സെമി ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റീസ്, അത്തരത്തിലുള്ള ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റിന് തുടക്കം വെച്ചിട്ടുള്ളത് ഈ ഒരു റോബർട്ട് ഓവൻ ആണ്. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളൊക്കെ ഉണ്ടായിരുന്നത് സ്കോട്ട്ലൻഡിലാണ്. അപ്പൊ അവിടുത്തെ വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെയൊക്കെ ഫോക്കസ് ചെയ്ത്, അതായത് ആ വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെയൊക്കെ അസോസിയേറ്റ് ചെയ്ത് എന്ത് കൊണ്ടുവന്നു, ഒരു കോപ്പറേറ്റീവ് കമ്മ്യൂണിറ്റി ഫോം ചെയ്തു. കോപ്പറേറ്റീവ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സെമി അഗ്രികൾച്ചറൽ ആൻഡ് സെമി ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റി ആയിരുന്നു. ഒന്നുകൂടി പറയാണ്, ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ്. ഇപ്പൊ റോക്ക്ഡെയിൽ പയനീർ പോലെയുള്ള ഒരു റിയൽ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ കോപ്പറേറ്റീവ് മൂവ്മെന്റിലോട്ടെല്ലാം ഗൈഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് റോബർട്ട് ഓവൻ എന്ന് പറയുന്നത്. അദ്ദേഹം 1771 ജനിച്ചു. 1858 അദ്ദേഹത്തിന്റെ ഡെത്ത് സംഭവിച്ചിട്ടുള്ളത്. സോ ഈ ഒരു പീരീഡിന്റെ ഉള്ളിൽ, അതായത് കോപ്പറേറ്റീവ് മൂവ്മെന്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് റോബർട്ട് ഓവൻ എന്നുള്ളത്. അദ്ദേഹം കോപ്പറേറ്റീവ് കമ്മ്യൂണിറ്റീസ് ഫോം ചെയ്തു, വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെയൊക്കെ അസോസിയേറ്റ് ചെയ്ത്. സ്കോട്ട്ലൻഡിലാണ് അദ്ദേഹം ആ ഒരു തുടക്കം കുറിച്ചിട്ടുള്ളത്. ദെൻ ഈ റോബർട്ട് ഓവൻ അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് അദ്ദേഹത്തിന്റെ ഐഡിയാസിനെല്ലാം ആ ഒരു ഐഡിയാസ് എല്ലാം ഫോളോ ചെയ്ത് ഡോക്ടർ വില്യം കിങ് എന്ന് പറയുന്ന വ്യക്തി 1757 മുതൽ 1865 ആ ഒരു പീരീഡ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ലൈഫ് എന്ന് പറയുന്നത്. സോ ഡോക്ടർ വില്യം കിങ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, അദ്ദേഹം ഈ ഒരു ഓവന്റെ ഐഡിയാസിനെ ഫോളോ ചെയ്ത്, പക്ഷേ അത് കുറച്ചുകൂടി റീസണബിൾ ആയിട്ട് എന്ത് ചെയ്തു, കൊണ്ടുവന്നു. എന്താണ്, അദ്ദേഹത്തിന് കുറച്ചുകൂടി റിസൾട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഡോക്ടർ വില്യം കിങ് എന്ത് ചെയ്തു, റോബർട്ട് ഓവന്റെ ആ ഒരു പാത പിന്തുടർന്നു, അദ്ദേഹത്തിന്റെ ഐഡിയാസിനെ ഫോളോ ചെയ്തു, അതിനെ കുറച്ചുകൂടി റീസണബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്തു, കുറച്ചുകൂടി നല്ല റിസൾട്ട്സ് അല്ലെങ്കിൽ മോർ റിസൾട്ട്സ് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ വില്യം കിങ് എന്നുള്ളത്. ദെൻ ഫ്രാൻസില് ചാൾസ് ഫൗറിയർ എന്ന് പറയുന്ന അദ്ദേഹമാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, ഒരു ഡൊമസ്റ്റിക് അഗ്രികൾച്ചറൽ അസോസിയേഷൻ. മറ്റൊരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് അല്ലെങ്കിൽ മറ്റൊരു പ്രസ്ഥാനമാണ് ഡൊമസ്റ്റിക് അഗ്രികൾച്ചറൽ അസോസിയേഷൻ. അത് ഫ്രാൻസില് ചാൾസ് ഫൗറിയർ അദ്ദേഹമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 1822 ആ ഒരു പ്രസ്ഥാനം കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ അതിനുശേഷം അതേ തുടർന്ന് സൈൻ സൈമൺ അദ്ദേഹം ഈ ഒരു പാത പിന്തുടർന്ന് ഇതുപോലെ കോപ്പറേറ്റീവ് അസോസിയേഷൻസ് കൊണ്ടുവരികയുണ്ടായി. ദെൻ പിന്നീട് ജർമ്മനിയിൽ ഷേഴ്സ് ഡീലീറ്റ്സ് എന്ന് പറയുന്ന അദ്ദേഹം 1808 മുതൽ 1865 വരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്. സോ ഷേഴ്സ് ഡീലീറ്റ്സ് എന്ന് പറയുന്ന അദ്ദേഹം എന്ത് ചെയ്തു, അർബൻ കോപ്പറേറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്തു. അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ്സിനുള്ള കോപ്പറേറ്റീവ്സും ഫോം ചെയ്തിട്ടുള്ളത്, അതിനെയും പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ദെൻ FW റൈഫൈസൺ എന്ന് പറയുന്ന അദ്ദേഹം റൂറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ഫോം ചെയ്തു. സോ നമ്മളിപ്പോൾ പറഞ്ഞത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെന്റിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റാത്ത കുറച്ച് വ്യക്തികളുടെ പേരാണ്. സോ ഈ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റിന് തുടക്കം കുറിച്ചിട്ടുള്ളത് 1800-കളിൽ വന്നിട്ടുള്ള ആ ഒരു സ്കേഴ്സിറ്റി അല്ലെങ്കിൽ ആ ഒരു പോവർട്ടിയാണ്. സോ ഒരു ഹൊണസ്റ്റ് പ്രൈസിന് ഹൊണസ്റ്റ് ഫുഡ് അവൈലബിൾ ആക്കുക, അങ്ങനെ ഒരു എയിമോട് കൂടിയിട്ടാണ് ഏറ്റവും റിയൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ലെവലിൽ ആദ്യമായിട്ടുണ്ടായിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് വന്നത്. അത് റോക്ക്ഡെയിൽ പയനീർ ആയിരുന്നു. നോർത്ത് ഇംഗ്ലണ്ടിലായിരുന്നു അവർ ആ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്തത്. അവർ ആ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഹൊണസ്റ്റ് പ്രൈസിന് ഹൊണസ്റ്റ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക, അതായത് പുവർ ക്വാളിറ്റി ഫുഡിന് പകരം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് എല്ലാവർക്കും എന്ത് ചെയ്യുക, ഫുഡ് കൊടുക്കുക. ഇതായിരുന്നു റോക്ക്ഡെയിൽ പയനീർസിന്റെ ഒരു പിന്നിലുള്ള ഒരു ലക്ഷ്യം. ദെൻ അതുകൊണ്ട് തന്നെ അത് ഒരു റിയൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ്, ഒരു പ്രാക്ടിക്കൽ മൂവ്മെന്റ് ആയിട്ട് നമ്മൾ സ്റ്റിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ദെൻ അത്തരം മൂവ്മെന്റ്സിനൊക്കെ ഗൈഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് റോബർട്ട് ഓവൻ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു, സ്കോട്ട്ലൻഡിൽ വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെയൊക്കെ അസോസിയേറ്റ് ചെയ്ത് ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റീസ്, സെമി ഇൻഡസ്ട്രിയൽ ആൻഡ് സെമി അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്തു, കൊണ്ടുവന്നു.
ദെൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഐഡിയാസിനെ ഫോളോ ചെയ്ത് ഡോക്ടർ വില്യം കിങ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സിന് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഫ്രാൻസിനെ സംബന്ധിച്ച് ചാൾസ് ഫൗറിയർ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഡൊമസ്റ്റിക് അഗ്രികൾച്ചറൽ അസോസിയേഷൻസ് ഫോം ചെയ്തു. ദെൻ പിന്നീട് സയൻസ് സൈമൺ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പറേറ്റീവ് തിയറീസിൻ്റെ മീത് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത്തരത്തിൽ കോപ്പറേറ്റീവ് അസോസിയേഷൻസ് കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. ദെൻ ഫൈനലി ജർമ്മനിയിൽ ഷോൾസ് ഡീലിറ്റ്സ് എന്ന് പറയുന്ന അദ്ദേഹം അർബൻ കോപ്പറേറ്റീവ്സ് പ്രൊമോട്ട് ചെയ്തു. അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ്സിനുള്ള കോപ്പറേറ്റീവ്സും പ്രൊമോട്ട് ചെയ്തു, അത് കൊണ്ടുവന്നു. ദെൻ FW റൈഫൈസൺ അദ്ദേഹമാണ് റൂറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത്. സോ ഇത്തരത്തിലാണ് ഒരു ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് അതിൻ്റെ ഒരു ഇവല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ. ദെൻ പിന്നീട് ഒരു 20th സെഞ്ച്വറിയിൽ, ഒരു 20ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിലേക്ക് ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആ ഒരു കൺസെപ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. 20th സെഞ്ച്വറിയിലാണ്. ദെൻ ഗ്രാജുവലി ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ കൺട്രിയിലോട്ടും അത് സ്പ്രെഡായി. ദെൻ അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ആയിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA, കാനഡ, ഇസ്രായേൽ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള എല്ലാ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിലും ഈ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ്, അതായത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫോമിലുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ മൂവ്മെന്റിൽ കുറച്ച് എഫക്റ്റീവായി വന്നിട്ടുള്ള ഒന്നാണ്. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സിൽ ഏറ്റവും എഫക്റ്റീവായി വന്നിട്ടുള്ള ഒന്നാണ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫോമിലുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഫോറിൻ കൺട്രീസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. ദെൻ അതിൽ കോപ്പറേറ്റീവ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, കോപ്പറേറ്റീവ്സ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞു, വേൾഡ് ഇക്കണോമിയിൽ ഒരു വൈറ്റൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഒരു കളക്റ്റീവായിട്ടുള്ള പ്രോഗ്രസ്സിന് കാരണമാവുന്നുണ്ട്, മ്യൂച്വൽ ഹെൽപ്പിനുള്ള ഒരു കാര്യമാണ്, എസെൻഷ്യൽ ആയിട്ടുള്ളതാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ ഹ്യൂമൻ കൈൻഡിൻ്റെ ഏറ്റവും ബേസിക് ഫീച്ചറാണ് കോപ്പറേഷൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ്, ഒരു ആഗോളതലത്തിൽ ഇന്റർനാഷണൽ തലത്തിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് അതിൻ്റെ ഒരു റിവല്യൂഷൻ എങ്ങനെയാണ്, ഹിസ്റ്ററി എങ്ങനെയാണെന്ന് പറഞ്ഞു. 1800കളിൽ വന്നിട്ടുള്ള പോവർട്ടി, സ്കേഴ്സിറ്റി, അതേ തുടർന്ന് സംഭവിച്ചിട്ടുള്ള റോക്ക്ഡെയിൽ പൈനീസ് എന്ന് പറയുന്ന ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ദെൻ അതിൽ നേതൃത്വം കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അത്തരം കോപ്പറേറ്റീവ് മൂവ്മെന്റ്സിനെ സഹായിച്ചിട്ടുള്ള കുറച്ച് തിയോറിസ്റ്റ്, റോബർട്ട് ഓവൻ, ഡോക്ടർ വില്യം കിങ്, ചാൾസ് ഫൗറിയർ, അങ്ങനെ കുറച്ച് തിയോറിസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ദെൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇന്ത്യയിലോട്ട് വന്നിട്ടുള്ളത് ഒരു 20th സെഞ്ച്വറിയിലാണ്. ദെൻ ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസിലോട്ടും അതുപോലെ തന്നെ മറ്റ് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിലോട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആ ഒരു ഏരിയയിൽ നമുക്ക് പറയാനുള്ളത്, അതായത് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് രാജ്യങ്ങളിലെ, അതായത് ഇപ്പോൾ ബ്രിട്ടൻ, ജർമ്മനി എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഫോറിൻ കൺട്രീസിൽ ഓരോ രാജ്യത്തും കോപ്പറേറ്റീവ് മൂവ്മെന്റ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. സോ നെക്സ്റ്റ് ഡേ നമ്മളൊരു ഇൻഡിവിജ്വൽ കൺട്രീനെ, അതായത് ബ്രിട്ടൻ അല്ലെങ്കിൽ ജർമ്മനി തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രി അവിടെ എങ്ങനെയായിരുന്നു കോപ്പറേറ്റീവ് മൂവ്മെന്റ്, അതാണ് നമ്മൾ നെക്സ്റ്റ് ഡേ നോക്കാൻ പോണത്. ഓക്കെ, താങ്ക് യു.